മലയാളം ബിഗ് ബോസ് സീസൺ 7 അനുമോള് റെന ഫാത്തിമയ്ക്ക് സൺസ്ക്രീനൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. ആ സമയത്ത് ഷാനവാസൊക്കെ ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ നിനക്ക് മറ്റേ ക്രീമും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടേ, അതിപ്പോഴല്ല തേക്കണ്ടേ, അതൊക്കെ രാത്രിയാണ് തേക്കണ്ടേ, നിങ്ങൾ എത്ര എഴുതിയെന്ന് കാണിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസൊക്കെ പറയുന്നുണ്ട്, ഞാൻ കാണിച്ചു തരില്ല നിനക്ക് എന്ന്. വെറുതെ അല്ല, നിങ്ങൾ ഇവിടെ തന്നെ ജയിലിൽ തന്നെ കിടക്കണം, നിങ്ങൾ ഇവിടെ തന്നെ കിടന്നോ, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് അനുമോള് പറയുന്നുണ്ട്. ബിഗ് ബോസ് ഇവിടെ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും എഴുതാൻ പറ്റുന്നില്ല, നീ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് തീരെ എഴുതാൻ പറ്റുന്നില്ല, എനിക്കിങ്ങനെ ആലോചിച്ചിട്ട് വേണം എഴുതാൻ എന്ന് അനുമോളോട് ഷാനവാസ് പറയുന്നുണ്ട്. ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട്, ഞാൻ എന്താണെങ്കിലും പോകും അവിടെ നിന്ന് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, സന്ദർശക സമയത്ത് മാത്രമാണ് അവിടെ നിൽക്കാൻ പാടുള്ളൂ എന്ന്. റെന ഫാത്തിമ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല, ഇക്ക എഴുതുമ്പോൾ പിന്നെ എങ്ങനെ അത് ലവ് ലെറ്റർ ആയിട്ടൊന്നും വരില്ല, അത് അനുമോൾ കളിയാക്കിയിട്ട് പറയുന്നുണ്ട്. ഇക്ക പണ്ട് കുറേ എഴുതിയത് നടന്നതല്ലേ, അതൊക്കെ അങ്ങോട്ട് വെച്ച് കാച്ചെന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, എനിക്ക് ആലോചിച്ച് എഴുതാൻ കുറച്ച് സമയമൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അനുമോള് ഗോതമ്പ് പൊടിയും കൊണ്ട് ഒരു പാൻ കേക്ക് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. എന്താണെങ്കിലും ജയിലിലുള്ളവർക്ക് ഫുഡൊന്നും കൊടുക്കരുതെന്നാണ് പ്രത്യേകം ബിഗ് ബോസ് പറഞ്ഞത്. പക്ഷെ അനുമോളാണെങ്കിൽ ഷാനവാസിക്കൊക്കെ റെന ഫാത്തിമയ്ക്കൊക്കെ എല്ലാം കൊടുക്കുന്നുണ്ട്.